ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് വന്നേക്കുന്നത് നമ്മൾ എവരിത്തിങ് എല്ലോ എന്നുള്ള ചലഞ്ചാണ്. ഓക്കെ, എവരിത്തിങ് എല്ലോ, നമ്മൾ എല്ലാ സാധനങ്ങളും എല്ലോ ആക്കി കളിക്കാൻ പോകുക ഗെയിമിൽ. നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു എവരിത്തിങ് ബ്ലാക്ക് എന്ന് പറഞ്ഞ ചലഞ്ച്. അപ്പോൾ അതിൻ്റെ ഇതാണ് എല്ലോ. ഓക്കെ, നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ഡ്രസ്സ് എല്ലോ ആക്കണം. ഫുൾ ബണ്ടിലായിട്ട് ആക്കണ്ട, നമുക്ക് ഫസ്റ്റ് ക്യാപ്പ് നോക്കാം. എല്ലോ ക്യാപ്പ്. ഇച്ചിരി ഇതുപോലെ ഇച്ചിരി ഇത് ഗോൾഡാണോ? ഇച്ചിരി എല്ലോ കിട്ടിയാൽ മതി. ഇതിലും എല്ലോ ഉണ്ട്, പക്ഷെ ഇത് അത്യാവശ്യം ബ്ലാക്ക് ആയതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല. അയ്യോ മോന്ത. എല്ലോ നമുക്ക് എല്ലോ മാസ്ക് ആണെങ്കിലും മതി. മാസ്ക് ഉണ്ടോ എല്ലോ? എല്ലോ മാസ്ക് ഉണ്ട്, പക്ഷെ മുടിയൊക്കെ വേണം. ഞാൻ ഇത് എല്ലോ ആണ്. ഓക്കെ, കുറച്ചെങ്കിലും എല്ലോ ഉള്ളതേ ഉള്ളൂ. ഇത്ര എല്ലോ ഉള്ളതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ പഴയ അക്കൗണ്ട് പോയതുകൊണ്ട് നമുക്ക് ഇതേ ഉള്ളൂ ഇപ്പോൾ. ഓക്കെ, അപ്പോൾ അത് ഇട്ടിട്ട് ഇത് നമുക്ക് നോർമൽ വെക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ ഡ്രസ്സ് ഇതൊരു എല്ലോ ആണ്. ഇത് നല്ല ഒരു എല്ലോ. ഇത് എല്ലോ അല്ലേ? നമ്മൾ ഗോൾഡനും എല്ലോ കൂടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഗോൾഡൻ അല്ല, എല്ലോ ആണ്. ഇതെല്ലോ ആണ്, പിന്നെ ഇതെല്ലോ ആണ്. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് തന്നെ ഇടാം. ഇത് ഇച്ചിരിയും കൂടെ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക്. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് പാൻറ് എല്ലാം വേണം. ഇപ്പം പെടും, ഇപ്പം നമ്മൾ വിടും. പാൻറ് എല്ലോ കിട്ടണമെങ്കിൽ അയ്യോ ഡിങ് നിക്കറ് മതി. പാൻറ് എല്ലാം ഉണ്ട്. ഇത് അച്ചിയെങ്കിലും എല്ലാം ഉള്ള ആകെ ഇതേ ഉള്ളൂ. പാൻറ് എല്ലാം ഉണ്ട്. അയ്യോ ഷൂസും എല്ലാം ഉണ്ട്. അത്രേ ഉള്ളൂ. ഇതേ നല്ല പക്കാ ഷൂസ്. ഇവിടെ ഈ ഷൂസ് ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. ഓക്കെ, നമ്മൾ ഇത്ര ഇട്ടിട്ടുണ്ട്. ഇനി ഗൺ സ്കിന്ന് മാറ്റുന്നതിന് മുമ്പ് നമുക്ക് ഇതൊക്കെ മാറ്റാം. ഇതെല്ലോയാണ്. അപ്പോൾ ഇതെന്നാ വലിയ ബാഗാ. ഈ നമ്മൾ ബാഗ് ഇട്ട് കളിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിടാം. ഇതാ ഇപ്പോൾ ഉള്ളത് അത്യാവശ്യം നല്ലത്. പിന്നെ ലൂട്ട് ബോക്സ് ഇതെല്ലോ ആണ്. ടീജോല എല്ലോ ആണ്. പിന്നെ ഇതെല്ലോ പക്കാ എല്ലോ അല്ലല്ലേ? ഇതിടാം. ഇതെല്ലോ ആണെന്ന് ആർക്കെങ്കിലും പറയും. ഇത് ഇവിടെ ഒന്നും എല്ലോ അല്ല ഞാൻ സംബന്ധിച്ചു, പക്ഷേ ഇവിടെ എല്ലോ ആണ്. ഓക്കെ, പിന്നെ അടുത്തത് നമ്മുടെ പാരച്യൂട്ട് എല്ലോ. ഇതെല്ലോ ആണ്. ഇതെല്ലോ ഇഷ്ടം പോലെല്ലോ. ഇതെല്ലോ. അപ്പോൾ ഇതാഴ്ചയും കൂടെ നല്ല. അപ്പോൾ ഇതിടുവാണ്. ഇത് സ്കൈ ബോർഡ് ഇതെല്ലോ ആണ്. ഇതും പക്ക ഗോൾഡനും എല്ലോയും കൂടെ ആണ് നമ്മൾ ചലഞ്ചിൻ്റെ തുടക്കം പറഞ്ഞത്. ഇതിടുക. പിന്നെ നമ്മൾ വെഹിക്കിള് കാറിന് സ്കിന്നില്ല. ബൈക്ക് ഓൾറെഡി എല്ലോയിലാണ് നടക്കുന്നത്. ഇനി എല്ലോ ഇല്ലാത്ത നമ്മൾ ഡിഫാൾട്ട് ഇടും. ഇത് എല്ലോ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഡിഫാൾട്ട് ഇട്ടു. ഇതെല്ലോ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഡിഫാൾട്ട് ഇട്ടു. ഇതിലെല്ലോ ഉണ്ട്, അപ്പോൾ അതിട്ടു. പിന്നെ നമ്മൾ ഇതിലെല്ലോ ഇല്ലല്ലോ. അപ്പോൾ ഡിഫാൾട്ട് ഇട്ടു. പിന്നെ ഈ ഓട്ടോയുടെ സ്കിന്ന് അല്ല വേണ്ട. സ്കിന്നില്ലാത്തതൊക്കെ നമുക്ക് ആ സ്കിന്ന് തന്നെ ഇടാൻ കഴിയും. അല്ല അതേ ഗൺ സ്കിന്നിൽ അങ്ങനെ തന്നെ. പിന്നെ ഇതിലെല്ലോ ഇല്ല. ഇതിലും എല്ലോ ഇല്ല. അപ്പോൾ നമ്മൾ ഇട്ട സ്കിന്ന് തന്നെ ഇടുക. അങ്ങനെ ആയിരുന്നു. പിന്നെ നമുക്ക് പ്രൊഫൈല് മാറ്റണം. പ്രൊഫൈല് എല്ലോ കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ. എന്നാടാ പ്രൊഫൈല് ഇത് എല്ലോ ആണ്. ഇത് എല്ലോ ആണ്. ഇതിടാം. ഇതെല്ലോ ആണ് മാസ്റ്ററിൻ്റെ അവതാർ. പിന്നെ നമുക്ക് ഇതൊക്കെ കുറച്ചേ ഉള്ളൂ. ഇതിടാം. വേറെ ഉണ്ടോ നോക്കാം. വേറെ റൂം കോമോ അതൊന്നും വേണ്ട. ഇത് ഇച്ചിരിയും കൂടെ വേണ്ട. ഈ എല്ലോ ഇടാം. ഓക്കെ, ഈ എല്ലോ ഇടാം നമുക്ക്. അത് ഇടണോ മാസ്റ്റർ? അത് ഈ എല്ലോ ഇതാണ് തോന്നുന്നത്. എനിക്ക് കറക്റ്റ് എല്ലോ ആയിട്ട് തോന്നുന്നു. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മുടെ കാർഡിൻ്റെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡ്രസ്സ് എല്ലാം ആക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇനി ഗൺ സ്കിന്നിലോട്ട് പോകാം. നമുക്കെല്ലോ ഫുള്ള് സെറ്റ്. M4A1 നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്കിന്നുണ്ട്. നമുക്ക് വേറെ എല്ലോ നമ്മൾ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇതെല്ലോ ഇല്ല. ഇതിലെല്ലോ ഉണ്ട്, പക്ഷേ ഇത് ഓൾറെഡി എല്ലോ ആയതുകൊണ്ട് ഞാൻ മാറ്റുന്നില്ല. AK നമുക്ക് ഇതെല്ലോ ആണ്. ഓക്കെ, അപ്പോൾ
ഞാൻ ശേ അത് പെർമനൻ്റ് ആക്കാനുള്ളത് എല്ലാം നമ്മൾ ആക്കിയിട്ടുണ്ട്. സ്കാറിന് സ്കിന്നില്ല. സോ ഫമാസ് നമ്മുടെ ഫമാസ് സ്കിന്നില്ലാത്തതുകൊണ്ട് നമ്മൾ ആ സ്കിന്ന് തന്നെ ഇടുകയാണ്. ഓക്കെ, പിന്നെ XM8 എല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അല്ലോ ഇതെല്ലാം ആണ്. പിന്നെ A94 പ്ലാസ്മ എല്ലോ ഓഗ് എല്ലോ ഇതുണ്ടോ ഈ വെടി വെക്കുന്ന ഇതിൻ്റെ പിന്നെ ഇത് ഒക്കെ അല്ലോ പരാഫല് ഇത് ഇവിടെ എല്ലോ ആണ്. കിങ്ഫിഷർ പിന്നെ ഇല്ല. G36 രണ്ട് കിട്ടിട്ടുണ്ടല്ലോ, രണ്ടും എല്ലോ ആണ്. അപ്പോൾ നമുക്ക് ഇതിടാം. ഇത് ഇച്ചിരി കൂടെ സെറ്റ് എല്ലോ. പിന്നെ അടുത്ത ഇതിപ്പോൾ എല്ലോ ഇതിലില്ലല്ലോ, ഇത് രണ്ടും എല്ലോ അല്ല. അപ്പോൾ നമുക്ക് ഡിഫാൾട്ട് ഇടാം. എസ്കേസ് ഇത് നമ്മൾ ലോങ് മൂവ്സ് ആണ് പോകുന്നത്. ഓക്കെ, ഇത് ഒന്നും ഇതല്ലാത്ത നമ്മൾ ഡിഫാൾട്ട് ഇട്ടു. SVDയുടെ എല്ലോ ആണ്. ഇതിടാം. ഇതിന് ആക്യുറസി ഇതാണ് ഞാൻ ഇടുന്നത്. ആർമർ പെഡാൻറ്റേഷൻ പിന്നെ വുഡ് പിക്കർ എല്ലാം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നോർമൽ ഇട്ടു. AC80 എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലോ ഇടാം. AC80 എല്ലാം ഇട്ടു. പിന്നെ ഇത് സ്കിന്നിലായി UMB ബൂയ അത്യാവശ്യം നല്ല UMB ഉണ്ട്. അപ്പോൾ ഞാൻ റേറ്റ് ഓഫ് ഫയർ ആർമർ പെഡാൻറ്റേഷനും ആണോ റേഞ്ച് റേറ്റ് ഓഫ് ഫയർ ഇതാണ് നല്ല കിടുക്കാക്കിയല്ലോ. അപ്പോൾ അതിട്ടു. M500 എല്ലാം ഇല്ല. അയ്യോ വേണ്ട, നമുക്ക് വാങ്ങാണ്ട് സെറ്റാക്കാം. MB40 ഓൾറെഡി എല്ലോ ആണ് കിടക്കുന്നത്. ഓക്കെ, P90 നമുക്ക് ഇതാക്കാം. ഇതെല്ലോ ആണ്. ഇതെല്ലാം ആണ്. പിന്നെ CG ഒന്നുമില്ല. തോംസൺ ഇല്ല. ഇതില്ല. ബൈസൺ കസ്റ്റമൈസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് എല്ലോ M10 സ്കിന്നില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിട്ടു. സ്പാസ് എല്ലാം ഇല്ല. സ്പാസിന് എല്ലാം ഉണ്ട്. ഇതെല്ലാം ആണ്. സ്പാസ് എല്ലാം ഇട്ടു കിട്ടി. ഇത് ഇങ്ങനെ തിളങ്ങി പോകുന്ന എല്ലാം ആണ്. അപ്പോൾ ഇത് ഇട്ടേക്കുന്നുണ്ട്. ചാർജ് വെസ്റ്റൊന്നും എല്ലാം ഇല്ല, നമ്മൾ മാറ്റി. പടക്കം ഓൾറെഡി എല്ലോയിലാണ് കിടക്കുന്നത്. പിന്നെ AWത്തിന് നമ്മൾക്ക് കസ്റ്റമൈസ് AW നമ്മൾ ചെയ്യുകയാണെങ്കിൽ AWത്തിന് ഈ സ്കിന്ന് തന്നെ ഇടാം. ഇത് ഇവിടെ കുറച്ചല്ലേ ഇവിടെ ഉണ്ട്. ഇവിടെ കണ്ടോ നിങ്ങൾ ആ സ്കോപ്പ് സൂം ചെയ്ത സ്കോപ്പിൻ്റെ ഇതുണ്ടോ ഈ സാധനം ഇത് കണ്ടോ അവിടെ എല്ലോ ആണ്. ഓക്കെ, പിന്നെ കാർ 98 M82 ഇല്ല. എല്ലോ ഇല്ല. പിന്നെ ഇത് ഭയങ്കര പാടാ. ഇതിനെല്ലോ ഓൾറെഡി കിടക്കുന്നത്. ഇതിൻ്റെ ഇതല്ലേ ആണല്ലോ. ഓക്കെ, ഡബിൾ റീലോഡ് അടിക്കുക, റീലോഡ് ചെയ്യുക. പിന്നെ ഇതിന് നമുക്ക് എല്ലോ ഇല്ലാത്തതുകൊണ്ട് നോർമൽ ഇട്ടു. M500 ഓൾറെഡി എല്ലോയിലാണ് കിടക്കുന്നത്. പിന്നെ USB ഇല്ല. ഉസിക്ക് എല്ലോ ഇല്ലല്ലോ. എല്ലോ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഡിഫാൾട്ട് ഇട്ടു. പിന്നെ പാനാകെ നമ്മുടെ 2 പാനേ ഉള്ളൂ. പക്ഷെ ഇതിൽ ഇച്ചിരി എല്ലാം ഉണ്ട്. എവിടെയാണെന്ന് വെച്ചിട്ട് ഇങ്ങനെ തീപ്പൊലി പോകുന്നുണ്ട്. അതെല്ലോ. പരാങ്ക് എല്ലോ പരാങ്ക് ഇല്ല. അതുകൊണ്ട് നമ്മൾ മാറ്റി. ബാറ്റ് ഇത് ഏതായി മഞ്ഞ. ഇത് മഞ്ഞയാ. ഇതിടാം. കത്താന ഓൾറെഡി മഞ്ഞ. സൈത്ത് നമ്മൾ മഞ്ഞയില്ല. പിന്നെ ഫിസ്റ്റ് ഗ്രനേഡ് മഞ്ഞയാക്കണം. ഇത് ഓൾറെഡി ഗ്രനേഡ് മഞ്ഞയാണ്. പിന്നെ നമുക്ക് വേറെ ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് BR പോകാം ഗൈസ്. നോക്കട്ടെ. ഇതൊരു മഞ്ഞയാണ്. ഇത് മഞ്ഞയാണ്. പക്ഷെ ഇച്ചിരി ഇതുണ്ട്. അപ്പോൾ ഇതിടാം ഞാൻ. പിന്നെ ഗ്ലൂ വാൾ നമ്മുടെ ഇതുണ്ട്. ഇത് മഞ്ഞയാണ്. അപ്പോൾ ഗ്ലൂ വാൾ നമ്മൾ ഇതിട്ടു. ഓക്കെ, പിന്നെ നമ്മൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഗണ്ണ് കയ്പിടിക്കാം. മഞ്ഞ ഗണ്ണ് M4A1 നല്ല മഞ്ഞയുണ്ടോ? MP40 നമ്മൾ ഡ്രസ്സിൻ്റെ കൂടെ മാച്ച്. ഇത് ഡ്രസ്സിൻ്റെ കൂടെ മാച്ചാണ്. വേറെ ഇത് പക്ക
നമുക്ക് സെറ്റ് മോനെ പൊളി. നമുക്ക് VR പോവാം, നമുക്ക് സോളോ പോവാം. ഓക്കെ സീൻ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടാക്കാം. വേഗം സ്റ്റാർട്ടാവട്ടെ ഗൈസ്. വെയിറ്റ് ആക്കാം. ഓക്കെ ഗൈസ്, VR സോളോ സ്റ്റാർട്ടായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ സോളോയാ. Be careful. Don't get stuck in your own mind. ഇവിടെ ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥിതിയിൽ നെറ്റിൻ്റെ വരുന്നുണ്ട്, പക്ഷേ കുഴപ്പമില്ല, ഇതൊന്നും കുഴപ്പമില്ലല്ലോ. സെറ്റ് നമ്മളെ എല്ലോ ചലഞ്ച്. നമുക്ക് മാക്സിമം നോക്കാം പോയി അടിക്കാവുന്ന. എന്നെപ്പോലെ പറ്റുന്ന പോലെ ഞാൻ കളിക്കും കേട്ടോ. കാരണം ഇപ്പോൾ എൻ്റെ ഫിംഗർ സ്ലീവ് ഒന്നും ഇട്ടിട്ടില്ല, ചുമ്മാ കയറി ഇപ്പോൾ വീഡിയോ എടുക്കണമെന്ന് തോന്നുന്നു. നമ്മൾ നമ്മുടെ റെഗുലർ വീഡിയോയും കാര്യങ്ങളായിട്ട് ഇനി എന്തും നമ്മൾ വീഡിയോ ഉണ്ട്. അതിന് ശേഷം ഒരു ലാസ്റ്റ് ബ്ലോക്ക് ഫ്രൂട്ടിൻ്റെ വീഡിയോ ഇട്ട് നമ്മളിട്ട് അതുപോലെ നമ്മൾ ചെറിയ വേറെ സംഭവം അത് പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ നമുക്ക് ഫൈറ്റ് എടുക്കുന്നതിന് പകരം നമുക്ക് ഡെത്ത് സ്റ്റൈൽ ഇറങ്ങാം. ഓക്കെ, അവിടെ ആകുമ്പോൾ ഇച്ചിരി ലൂട്ട് കിട്ടും. ഞാൻ എപ്പോഴും അവിടെ ഇറങ്ങി, എനിക്ക് ബ്ലൂ സോണിൽ ഇറങ്ങണം. ബ്ലൂ സോണിൽ ഫുള്ള് തന്നെയാണ്. ഓക്കെ, റിസ്ക് എടുക്കണ്ട. Wake me up when it's time to drop. പിന്നില്ല അല്ലേ. അപ്പോൾ നമ്മുടെ എല്ലോ ചലഞ്ച് ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ പുറകിനൊരു എനിമി ഉണ്ട്, മാപ്പിൽ നോക്കി ഞങ്ങൾക്ക് കാണാം. ലെവൽ 3 വെസ്റ്റ്. നമ്മുടെ മഞ്ഞ ബാറ്റ് കിട്ടി, പക്ഷെ ഗണ്ണ് കിട്ടിയില്ല. നമ്മുടെ മഞ്ഞ UMP ഗൈസ്. അപ്പോൾ ഇത് വെച്ച് ഒരാളെ കില്ലെടുക്കണം, ഇല്ലെങ്കിൽ മോശമല്ലേ. അതാരാ ഇപ്പോൾ പോയേ? പിന്നെ ചൂസ്കോപ്പ് നമ്മൾ അല്ല ഇടുന്നേ അല്ലേ. ഇത്ര നാളായിട്ട് ഫ്രീ ഫയർ കളിക്കുന്ന എനിക്ക് അയ്യോ കിടക്കാതെ ഇത്ര നാളെ എനിക്ക് ഫ്രീ ഫയർ ഞാൻ കളിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായി. നമുക്ക് 2 എല്ലോ ഗണ്ണ് കിട്ടി മോനെ. വിഷയം GTA 6 എല്ലോ അല്ലല്ലോ, M4. ആരെങ്കിലും പോകുന്നുണ്ടോ? ഇവിടെ വാട ആരെങ്കിലും ഇങ്ങോട്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. ഞാൻ എന്തിനാ അങ്ങനെ ജമ്പ് ചെയ്തത് നിങ്ങൾ ചോദിച്ചാൽ? അബദ്ധത്തിലാണെന്ന് വിചാരിക്കുന്നത്. ഞാൻ അബദ്ധത്തിലല്ലേ. അങ്ങനെ അത്യാവശ്യം ഡാം നമ്മൾ കൊടുത്തിട്ട് നമ്മളിപ്പുറത്ത് ഇറങ്ങടാ. ഇപ്പുറത്തെ ഡാം കൊടുത്തിട്ട് നമ്മൾ ഇതിലെ കൊണ്ടുകയറി ഞാൻ സർപ്രൈസ് കൊടുക്കാൻ നോക്കാം. എടാ അവനെവിടെ? അവന് ബുദ്ധിയുണ്ട്. ഇവിടുന്ന് മുങ്ങി. കുഴപ്പമില്ല, പോട്ടെ, നമുക്ക് വേറെ ഇല്ല കിട്ടും. ശേ ബുള്ളറ്റ് പോകുന്നില്ല. Wake me up when it's time to drop. അവൻ്റെ തലയോട് നമ്മൾ അറിയാൻ കഴിയുന്നത് എന്താണ് ഊട്ടിറങ്ങി അടിക്കാതെ ഇറങ്ങിയിട്ടിറങ്ങി. എടാ എന്നെ തലയ്ക്ക് കൊള്ളായിരുന്നു. ശേ പോയി പോയി. ഇനി നമ്മൾ പിന്നെ കിട്ടി. ഇവിടെ ഇരുന്ന് നമ്മൾ ഇത് അടിച്ചുകൊണ്ടിരുന്നു. വാടാ ഇനിയും വാടാ. അവൻ ഇപ്പുറത്തൂടെ കറങ്ങി വരുവേ. ഞാൻ ഭയങ്കര കുത്തായിപ്പോയി. എടാ അയ്യേ, നമുക്ക് ജയിക്കാൻ പറ്റില്ല. നമുക്ക് ലോങ് ഓഫ് എല്ലാം പോകും. ശേ ഒരു കില്ലെങ്കിലും എടുക്കാൻ പറ്റിയാലും നാണക്കേടില്ലായിരുന്നു. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ഒരു കില്ലും കാണാം. നമുക്ക് ലോങ് ഓഫ് പോകാം. അയ്യോ വണ്ടിൽ ലോങ് 4 മിനിറ്റ് കളിക്കുന്ന റിസ്ക് അല്ലേ. അയ്യോ
ആ ബണ്ടിൽ ഇട്ടാൽ പോലെ ബണ്ടിൽ ലോങ് മൂവ് റിസ്ക്കാണ് ബണ്ടിൽ. നമ്മളത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ലോങ് മൂവിനെ പ്രത്യേക ക്യാരക്ടറൊക്കെ ഇട്ട് മഞ്ഞ പാൻറ് പിന്നെ നമ്മുടെ മഞ്ഞ ചെരുപ്പ് ക്യാരക്ടർ സെറ്റാവാം. ഓക്കെ വി വിൽ Free Fire India is second of let's go. ഞാൻ എയർപോർട്ടും വെച്ചിട്ടില്ല. എനിക്കറിയത്തില്ല എൻ്റെ ഗെയിം പ്ലേ എങ്ങനെയാണ് വെക്കുന്നത്. ഓ വെറുതെ അല്ല, എൻ്റെ കൈ ഗെയിം പ്ലേ ഒന്നും നിൽക്കുന്നില്ല. റെക്കോർഡ് ചെയ്യുന്നുണ്ടാകും. നോക്കാം. അവനാടാ ഓക്കെ പഴയ പ്ലെയറാണെന്നാണ് തോന്നുന്നത്. ഓൻ ചാടിയാ അറിയാം. ഇതാ പ്രശ്നം. എൻ്റെ പുതിയ ഞാൻ ഒന്ന് ഗെയിം അൺഇൻസ്റ്റാൾ ചെയ്ത് പോകുന്നില്ല. എന്തോന്ന് ഗെയിമാണ് ചുമ്മാ. എന്തോ ഞാൻ കുറേ നാളത്തേക്ക് ഈ ഗെയിം മാറ്റി വെച്ചായിരുന്നു. ഹീറ്റ് ആവാനും തുടങ്ങി. എനിക്ക് അതുകൊണ്ടാണോ ഒന്നും ഇപ്പോൾ കറക്റ്റ് അല്ലേ. BR എനിക്ക് കുഴപ്പമില്ല, പക്ഷേ CS എനിക്ക് നല്ല പാടാം. ഓക്കെ അത്ര ഉള്ളു. ഫസ്റ്റ് ബുള്ളറ്റ് തന്നെ നമ്മൾ ഇതടിച്ച് തലക്ക് അടിച്ചിട്ടുണ്ട്, ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ബുള്ളറ്റ് നമ്മൾ എൻ്റെ തലക്കടിച്ചു. അല്ല ഫസ്റ്റ് തലക്കല്ല, അയ്യോ ഇതാണ് ഡെസേർട്ടുകൾ. ഇപ്പം നേരത്തെ എനിക്ക് ഭയങ്കര പാടാണ്, പക്ഷേ ഞാൻ ഇപ്പോൾ ഡെസേർട്ടുകൾ പഠിച്ച്. ഒറ്റയുണ്ട് ഒരു കൺട്രോൾ റിസ്ക്കാണ്. നമ്മളെപ്പോഴും റൊട്ടേറ്റിംഗ് ഡ്രാഗ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിമയെ കണ്ടോ ഗ്ലൂ ഞാൻ ടച്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ വർക്കാകുന്നില്ലേ. പക്ഷെ നേരത്തെ സ്ലീവ് ഇട്ട് കളിക്കുമ്പോൾ വർക്കാവുമായിരുന്നു. നമ്മൾ റൊട്ടേറ്റിംഗ് ഡ്രാഗ് യൂസ് ചെയ്യണം, വേഗം നെറ്റോട്ട് കയറും. പക്ഷെ വുഡ് പിക്കറുള്ള അണ്ണൻ കമ്പാക്ക് അടിക്കുകയാണോ? പക്ഷെ ഓടിക്കാറുണ്ടായിരുന്നു, ഡ്രാഗ് ചെയ്തായി. ഫുൾ സ്കോപ്പ് ഇട്ട് ഡ്രാഗ് ചെയ്തു. ഇനി സ്നൈപ്പർ ക്ലൈൻ്റെ അയ്യോ എടാ എൻ്റെ സ്കോപ്പിന് വീരാത്തേ. അയ്യോ സ്കോപ്പ് ഇട്ടിട്ടില്ലേ. അങ്ങ് തോറ്റി. സൂപ്പർ കൊല്ലും ബ്രോ. ഞാൻ സ്കോപ്പ് പിന്നെ ഏത് ബട്ടൺ ഓഫാക്കി. അയ്യോ ഗെയിം സ്വിച്ച് ആവുന്നില്ല. 2 റണ്ണ് കൂടെ സ്വിച്ച് ആയില്ലടാ. 2 ഇപ്പം സെറ്റ് ഫുൾ സെറ്റ്. ഈ ബ്ലൂ ആദ്യം എടുത്ത് കാണാനുണ്ട്, ചുമ്മാ ബട്ടണാ. എനിക്ക് കളിക്കാൻ പറ്റുന്നില്ല. നമ്മളെല്ലാം ചലഞ്ച് ചെയ്തു, അത്രേ ഉള്ളൂ. ഒരു കില്ല് പോലും എടുക്കാൻ പറ്റിയില്ലെന്നല്ല. ഹീറ്റ് ആവുന്നുണ്ടാണോ എനിക്കറിയത്തില്ല. ഓക്കെ ഈ റൗണ്ടും കൂടെ ഉള്ളൂ. ഈ റൗണ്ട് നമ്മൾ എടുക്കുമോയെന്ന് അറിയത്തില്ല. അവൻ പടക്കം എടുത്ത് കമ്പാക്ക് അടിക്കില്ല. നമ്മൾ പടക്കം എടുത്ത റൗണ്ടിലാണ് അവനെ ഇങ്ങോട്ടിട്ട്. ഈ പുതിയ ഇമോട്ട് ആർക്കൊക്കെ കിട്ടി. 2 ദിവസം കൂടെ ഉള്ളൂ ഈ ഇമോട്ട്. എനിക്ക് ആ പാങ് എടുക്കണമെന്നുള്ളത് ഉണ്ട്. കൊള്ളാമല്ലേ പാങ്? ഒന്നും നോക്കിയിട്ടില്ല. റഷ് ചെയ്യുക. കാട്ട് പിടിയെന്ന് വിളിക്കും, പക്ഷെ നമ്മളെടുത്തു ഒറ്റ റൗണ്ടും കൂടെ ഉള്ളൂ.
നമ്മൾ ജയിക്കും. തോക്കും. ഞാൻ ഓടി റഷ് ചെയ്യാൻ പോവാ. ഗ്ലൂ ഒന്നുമില്ല. ഓക്കെ ഓക്കെ അതെന്നാ ഫുള്ള് ഗ്ലൂ ആളിട്ട് എന്നെ പോലെ. എടാ കിട്ടിയോടാ. ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. അപ്പോൾ ഇനി അടുത്ത റെഡോ ബ്ലൂവോ ഒക്കെ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വീണ്ടും വരാം. പീസ് ഔട്ട്.